ആ പെണ്ണിനെ പിടിച്ചിരുത്തിക്കുന്നു. ഇയാൾ ഈ പെണ്ണിനെ എവിടെ കൊണ്ടേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പൊതുവെ സംശയാലുവും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒളിഞ്ഞു നോക്കുന്നവനുമായ രാജൻ തൻ്റെ തൊട്ടടുത്തുള്ള മാധവൻ്റെ ഓഫീസിനുള്ളിൽ അബദ്ധവശാൽ ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെട്ടുപോകുന്നു. തുടർന്ന് കാണുക. ദൈവമേ കോടീശ്വരനാക്കണേ. ട്രിവാൻഡ്രത്തെ വർക്കിന്റെ കാര്യം എന്തായി ചേച്ചി? കർക്കിടക മാസം കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ. അത്ര നമ്മുടെ ബോസ് ആയതുകൊണ്ട് പറയില്ല കേട്ടോ. ഇത്രയും വലിയൊരു അന്ധവിശ്വാസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. അതിന് കണക്കായിട്ട് ഉടായ്പ ചോദിച്ചരും. നല്ല തലവേദന. ആ ബാം ഒന്നെടുക്കടാ. ഇതിന് മാത്രം ശനിയാഴ്ച എന്താ സംഭവിച്ചത്? മൈ ഗോഡ്, എനിക്കത് ഓർക്കാൻ പേടിയാകുന്നു. റിപ്പോർട്ട് കംപ്ലീറ്റ് ആക്കാത്തതിന് മാധവൻ സാർ അന്ന് രാത്രി എന്നെ വിളിച്ച് ഫയർ ചെയ്ത്. ഹലോ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കണോ? ഐ വിൽ നോട്ട് ടോളറേറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഇറസ്പോൺസിബിലിറ്റീസ്. സർ ഇറ്റ്സ് ഇൻ ഓഫീസ് സിസ്റ്റം സർ. ഇന്നലെ സെൻഡ് ചെയ്യാൻ വിട്ടുപോയതാണ് സർ. Wherever it may be, it's not my concern. I have to get the mail within 30 minutes. മനസ്സിലായോ? എനിക്ക് അരമണിക്കൂറിനകം ആ മെയിൽ കിട്ടണം. ഓക്കെ? യെസ് സർ ഷുവർ സർ. ആ രാത്രി തന്നെ ഞാൻ ഓഫീസിലെത്തി. ഉള്ളിൽ പേടിയോടെ ഞാൻ ഷട്ടർ തുറന്ന് അകത്ത് കയറി. ഒന്നും മനസ്സിലായില്ല. എന്തോ ഒരു സാധനം അലർച്ചയോടെ വന്ന് ആഞ്ഞടിച്ച് ഓടി മറഞ്ഞു. ഞാൻ ബോധം കെട്ടു വീണു. എൻ്റെ മുഖത്ത് വെള്ളം തെളിയിച്ച് ബോധം വരുത്തിക്കാൻ ആരും വരാൻ പോണില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അവസാനം ഞാൻ തന്നെ എണീറ്റ് പോയി മുഖത്ത് വെള്ളം തെളിച്ചപ്പോഴാണ് എൻ്റെ ബോധം നേരെ വീണത്. ഉടനെ ഞാൻ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. സാർ ഉടനെ ജോത്സ്യനെ കാണാൻ പോയി. കേട്ടിടത്തോളം സംഗതി കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. എന്താ ചെയ്യപ്പോ? പ്രേതാത്മാവാ. ആ ഏരിയയിലോ മറ്റോ കെട്ടിത്തൂങ്ങി മരിച്ച ഏതോ ഒരു പെണ്ണിന്റെ ആത്മാവ്. ആ പയ്യന് അപായമൊന്നുമില്ലല്ലോ. അവൻ പേടിച്ച് പനിച്ചു കിടന്നു. ഓ, ഞാനൊരു ചരട് അങ്ങ് ജപിച്ചു തരാം. എന്നാലും ആ പ്രേതത്തിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാ പണിക്കരെ? ആവാഹനം അത് തന്നെ വഴിയുള്ളൂ. കുറച്ച് പൈസ ചെലവുള്ള കാര്യം കേട്ടോ. എന്ത് വേണേലും ചെയ്യാം. പണിക്കര് മുന്നിട്ട് ഇറങ്ങണം. അങ്ങനെ ആവാഹനവും കഴിഞ്ഞ് ആത്മാവിനെയും പിടിച്ച് കുടത്തിലാക്കി ദക്ഷിണയും മേടിച്ച് ജോത്സ്യം പോയി. എന്നെ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ ആവാഹനമൊക്കെ കഴിഞ്ഞ് മാധവൻ സാറിന് ഒരു 10,000 രൂപ ചിലവായി ഉണ്ടാവും. സമയമായല്ലോ, സാറിന് കാണില്ലല്ലോ. ഇന്നിങ്ങോട്ട് വരില്ലേ? ശശി, നീ വിളിച്ചാലേ ഫോൺ എടുക്കുള്ളൂ. മയത്തിലൊന്ന് ചോദിച്ചു നോക്ക്. ഹലോ സാറേ, സാറെവിടെയാ? സാറിപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാനിവിടെ സരോവരം പാർക്കിലുണ്ട്. ഒരു അർജന്റ് അപ്പോയിന്റ്മെന്റ്. ശരി സാറേ. അപ്പോയിൻമെൻറ്റോ? അതും സരോവരം പാർക്കിൽ. ഈ മണ്ടന്മാരത് വിശ്വസിച്ചു. അവൻ്റെ കാമുകിയോട് സല്ലപിക്കാൻ പോയതായിരിക്കും. ഇത് കണ്ടുപിടിച്ചിട്ട് വേറെ കാര്യം. നിക്ക് സാറൊന്ന് വരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സി ടൂൾസ് എടുക്കണം. എന്തോ നാടേ ചെറിയ കുട്ടികളെ മാതിരി പാമ്പും കോണി കളിക്കുക.
അക്കുത്തിക്കുത്താനാരംഭത്തക്കന നിൽക്കണ വെള്ളക്കുരങ്ങന്റെ കയ്യോ കാലോ ഒന്ന് കെട്ടി പൂട്ടി മാടം കാട്ടിത്ത. സെബാസ്റ്റ്യ, മുതലാളി ഇന്ന് ലീവ് വേണം. എന്താ കാര്യം? എൻ്റെ വല്യമ്മ മരിച്ചു. അതല്ലടോ കഴിഞ്ഞ ആഴ്ച മരിച്ചേ. ഇത് വേറെ വല്യമ്മയാണ് മുതലാളി, നല്ല പ്രായമുള്ള ആളാ. പേരെന്താ? പേര് അഞ്ജലി. അഞ്ജലി എന്ന് പേരുള്ളൊരു വല്യമ്മേ, ഇതെന്താ? ഓക്കെ ശരി മുതലാളി, ഞാൻ തിരക്കിലാണ്. കട്ടയല്ല പറയട്ടെ. തിരക്കില്ല. Focus on the breath, let the thoughts fade away, drowning out the noise, find peace every day. Rise again, the path to self-discovery, unlocking the power. സരോവരം. പൈസ എന്നിട്ട് പോയി. Raging again, taking over my mind, gotta find my center, leave the world behind. ഉണ്ണിട്ടി, ഇനി എന്നെ ആർക്കും മനസ്സിലാവില്ല. കടലേ തെണ്ടി മാധവനെ കാണില്ല, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ആ കടലേ നാട്ടിലത്തെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പണ്ട് ജനിക്കണ്ടായിരുന്നു, ഇപ്പൊ ജനിച്ചാൽ മതിയായിരുന്നു. മാധവനല്ലേ അത്? തെണ്ടിക്ക് കടലയൊക്കെ കണ്ട നേരം ഒരു നേരം കടല നല്ല ചത്തൊന്നും പോവില്ല. കടലൊക്കെ 50 രൂപ. എത്ര രൂപ? 50 രൂപ. 50? കടലേ ശരിക്കും കടല കച്ചവടം തുടങ്ങിയാലോ? കടലേ കാട്ടുമാക്കാൻ്റെ ഒരു യോഗം. അല്ലെങ്കിൽ ദൈവം എറിയാൻ കഴിയുന്നവന്റെ കയ്യിൽ പോപ്കോൺ കൊടുക്കില്ലല്ലോ. മുത്തേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഇനി സഹിച്ചിരിക്കാൻ പറ്റില്ല. എന്താ സുധിയേട്ടാ ഇത്? എന്താ ചെയ്യാ? അതിനിപ്പോ എന്താ? പബ്ലിക് ആയിട്ടോ? ഒരേന്റെ മറവ് പോരെ. എന്തൊക്കെ കാണാൻ പോണീശ്വരാ? ഇവിടെയൊന്നും പറ്റില്ല. ഗ്രാമപ്രാന്തൻ, വൃത്തികെട്ടവൻ. ഇന്നൊന്ന് മനസ്സിലാക്ക്. എന്തു നിനക്ക് തന്നാലെന്താ? ആൾക്കാരുണ്ട്. പിടിക്കി. എനിക്കിനി പിടിച്ചിക്കാൻ പറ്റില്ല. ആൾക്കാർ കാണുന്നു. ആൾക്കാർ കണ്ടാലും കേട്ടാലും എന്താ? ഇതാരും ചെയ്യാത്ത സാധനം എടുക്ക്. എനിക്കിനി പിടിച്ചിക്കാൻ പറ്റില്ല. പടച്ചോനെ ഇങ്ങോട്ട് തത്തോളി. ഇവൻ എങ്ങോട്ടാ പോണത്? വെട്ടുതെടുത്താലും മുട്ട് തെടുക്കാൻ പറ്റല്ലോ. ഈ കുരിപ്പെന്താ വട്ടം തിരിഞ്ഞ് കളിക്കുന്നത്? ഈ മനുഷ്യർ പോയി വേറെ പെണ്ണെന്തെങ്കിലും ഉണ്ടോ അവിടെ? എന്താ അവൻ്റെ പരിപാടി? നടക്കട്ടെ, കുപ്പി നടക്കട്ടെ. മെല്ലെ നീ മെല്ലെ വരൂ. മെല്ലെ
പളങ്ക് പോലത്തെ പെണ്ണിനെ അവിടെ വെച്ചിട്ട് ഇപ്പം നാട് മുഴുക്കം നടന്നപ്പിടുക. അയ്യയ്യേ വൃത്തികെട്ടവൻ. എന്തൊരാശ്വാസം. ഇതൊക്കെ പോക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? എന്താ അപ്പിവീരൻ. അങ്ങനെയാണെങ്കിൽ വേറെ പണിയുണ്ട്. എക്സ്ക്യൂസ് മീ, ഐ എം രാജൻ. ദിസ് ഇസ് കടല. പോപ്കോൺ കഴിഞ്ഞില്ലേ? ഇനി കുറച്ച് കടല കഴിച്ചാലോ? കുട ചൂടിക്കോളൂ, ചൂടിക്കോളൂ. ആഹാ, ഈ കൊടന്ന് പിടിച്ചേ. ആ കണ്ണടച്ചേ. ഓ, ഇവളെന്തിനുള്ള പുറപ്പാടാണാവോ? പോരട്ടെ പോരട്ടെ. എന്തൊരു സൗണ്ട്? മോളോ എന്താ അവിടെ കേട്ടാ, സൗണ്ട്? ഒരു പശു ചാണകം ഇട്ടതാ. ആ എന്നാ വെച്ചോ. എന്തത് ചാണക? എനിക്ക് മോൻ കഴുകാൻ വൃത്തിയായിട്ട വെള്ളം. തെണ്ടിക്ക് ചന്തി കഴുകാൻ മിനറൽ വാട്ടറാ. കാണിച്ചു തരാം ഞാൻ. ഒരു നേരം ചന്തി കഴുകി അടിച്ച് ചത്തൊന്നും പോലെടാ. തെണ്ടി വെള്ളം കിട്ടാതെ ചാവണം. വൃത്തികെട്ടവൻ. നേരം വെളുത്ത് കുറ്റിയും പറിച്ചങ്ങ് പോന്നോളും. കടലേ 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 കടല കടലേ. ആ തെണ്ടിയല്ലേ ഇരിക്കുന്നത്? ഒരു പെണ്ണുണ്ടല്ലോ കൂടെ. ഞാൻ ഊഹിച്ചത് എത്ര ശരിയാണ്. 1 2 പവനല്ല മാധവ, 20 കിലോ വരും. തന്നെയാ? ദൈവമേ, നിധിയാ? ഏതെങ്കിലും ഒരു ജോത്സ്യൻ നിധി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാ. 3rd ഉം 4th ഉം ഒപ്പീനിയൻ എടുത്തു. 4 ജ്യോത്സ്യന്മാരെ കണ്ടു. 4 പേരും ആ നിധി അവിടെ ഉണ്ടെന്ന് കൺഫേം ആയി പറഞ്ഞു. ഈശ്വരാ, സ്വപ്നമൊന്നുമില്ലല്ലോ. മാധവ, ആ നിധി നമുക്ക് എങ്ങനെയും എടുക്കണം. നിധി എടുക്കാൻ എന്തിനാ പെണ്ണുമ്പടെ കൈ പിടിക്കണേ? ആ നിധി എടുക്കാൻ യോഗവും കഴിവുള്ള മാന്ത്രികനെ എങ്ങനെയും നീ കണ്ടെത്തി തരണം. എല്ലാം വിജയിച്ചാൽ നിനക്കറിയാലോ, നിധിയുടെ ഒരു പങ്ക് എന്തായാലും നിനക്ക് തരും. നിധിയുടെ 10-1 കിട്ടിയാൽ തന്നെ അത് 2 കോടിയിലധികം നിനക്ക് കിട്ടും. 2 കോടിയാ? ജീവിതകാലം പണിക്ക് പോണ്ട. ഒരു പങ്ക് എങ്ങനെയെങ്കിലും കൈപ്പറ്റണം. ഭഗവാനെ, ഇതാണ് ജ്യോത്സ്യം പറഞ്ഞ രാജയോഗം. അങ്ങനെയുള്ള ഒരാളുണ്ട്. ഏത് കൊലകൊമ്പനെയും ചൂണ്ടുവിരൽ തിളക്കുന്ന, ചുട്ട കോഴിയെ വരെ പറപ്പിക്കുന്ന, ഭൂതപ്രേത പിശാചുകളെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ഒരാൾ. ആരാണത്? ഒന്ന് വേഗം പറ. Baby's hella bad. After her there ain't no coming back. Wanna take a run at that. I think she's feeling me. Turn it up a few degrees. My imagination of her body gets the best of me. Oh gosh, she's such a tease. Bitten lips. അഡ്രസ് നോട്ട് ചെയ്യും. രാജയോഗം ജ്യോതിശാലയം, കാലിക്കറ്റ് സിറ്റി. സെറ്റ്. എന്നാലും നമുക്ക് ഇപ്പം തന്നെ പോയാൽ എനിക്ക് ഇപ്പോഴാണ് ഒരു ആത്മവിശ്വാസം വന്നേ. എനിക്കിന്ന് പെരുവണ്ണ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയുണ്ട്. ജ്യോത്സ്യനടുത്ത് നീയും രഘോട്ടിനും കൂടെ പോയാൽ മതി. രാജയോഗം ജ്യോത്സ്യാലയം എവിടെയാണ്? ആ നമ്മളെ ജ്യോതിഷൻ്റെ അത് അതിലങ്ങോട്ട് പോയിട്ട് 2ാമത്തെ ബില്ലിങ്. ഇങ്ങോട്ട്. താങ്ക്സ്. ഓക്കെ. നമസ്കാരം. എന്താ? അങ്ങനെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. ദർശനഭാഗ്യ ഒരു പുണ്യമായി കരുതുന്നു. എങ്ങനെ? ഞാനൊരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് ജ്യോത്സ്യന്മാരൊക്കെ വലിയ ഇഷ്ടമാണ്. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. എന്നിട്ട്? ഞാനൊരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹം വേണം. എണീക്കടോ. എന്താ എൻ്റെ ഉദ്ദേശം? താനൊരു യുക്തിവാദിയല്ലടോ. യുക്തിവാദി ആയിരുന്നു ഈ നിമിഷം വരെ. അങ്ങയെ കണ്ട നിമിഷം മുതൽ ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതം ഭക്തിമയം. സ്വസ്തി. യുക്തിവാദിയോ നിരീശ്വരവാദിയോ എന്ത് വേണമെങ്കിലും അയക്കുക.
ഞങ്ങളുടെ കണ്ണി പാറ്റിടാതിരുന്നാൽ മതി. സത്യത്തിൽ ഞാൻ വന്നതൊരു ജോലിക്ക് വേണ്ടിയാണ്. ഇവിടെ എന്തെങ്കിലും ഒഴിവുണ്ടോ തിരുമേനി? പണിക്കര് പറഞ്ഞാലേ പണിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ആളല്ല. അതിന് വല്ല എംപ്ലോയ്മെൻറ്റ് എക്സൈസിൽ പോയി അന്വേഷിക്കുക. അങ്ങയുടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും എന്നെ വെച്ചൂടെ? ഒന്ന് പോയി തന്നാൽ വലിയ ഉപകാരം. ഒരു ശിഷ്യനായിട്ടെങ്കിലും എടുത്തൂടെ സ്വാമി? ഞാൻ നന്നായി നമ്പൂരി ഭാഷ പറയും. ഉവ് ശിവ ശിവ ഠുവാ ഉഷ്ണം ഉഷ്ടേന ശാന്തി. എന്താ ശരിയല്ലേ? ഒന്ന് പോയി തരുമോ? ശരിക്കും ആലോചിച്ചിട്ടാണോ തിരുമേനി പറയുന്നത്? തേടി വന്ന മഹാലക്ഷ്മിയെ ഗെറ്റ് ഔട്ട് അടിക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ ഒരു ടീം ഇങ്ങോട്ട് വരും. ഒരു രേവതി, അവളുടെ ആങ്ങളെ രഘു. അവർക്ക് അമ്മയുടെ ഓഹരി കിട്ടിയ പറമ്പിലൊരു നിധിയുണ്ട്. അത് എടുത്തു കൊടുക്കാനാ. എന്നെ കൂടെ നിർത്തിയാൽ നമുക്ക് 2 പേർക്കും കോടീശ്വരന്മാരാകാം. ഇവിടെ ഇരിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ 50-50. പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? നോക്ക്, ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറയണ്ട. കഴിവുള്ള ജ്യോത്സ്യനാണെങ്കിൽ രാശി നോക്കി മുഴുവൻ കാര്യം ഇങ്ങോട്ട് പറയും. ആ സുഖേട്ടനും പറയും ജ്യോത്സ്യന്മാരുടെ ഓരോ ഉടായ്പിനെ കുറിച്ച്. എന്തിനാ ഒരു കാര്യമില്ലാണ്ട് അയാളെ പേരിൽ വെച്ചഴിക്കുന്നത്? ഓ, അല്ലേലും സുഖേട്ടനെ പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അത് ഡോക്ടറായി പോയതാണോ അതിന്റെ ഭർത്താവായി പോയതാണോ കുറ്റം? ഇന്ന് നിർത്തുവോ? എന്ത് പറഞ്ഞാലും സുഖട്ടെ ഒരു മണ്ടം കൊണാപ്പി സുഖട്ടെ. അല്ല, ഇവിടെ കച്ചറുണ്ടാക്കാൻ ഇങ്ങോട്ട് വന്ന് ബാ. കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു. 2 പെങ്ങന്മാരെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചില്ലേ? കറക്റ്റാ പണിക്കരെ. ശരി തന്നെ. മൂത്ത പെങ്ങളുടെ ഭർത്താവ് ഇത് പ്രകാരം വൈദ്യവൃത്തിയല്ലേ? വൈദ്യരൊന്നല്ല, ഡോക്ടറാണ് എന്റെ സുഖേട്ടൻ. ഹൈ, ഞങ്ങൾ അങ്ങനെയാ പറയാ. 2ാമത്തെ പെങ്ങളെ ഭർത്താവ് രാജഭടൻ. എന്താ മനസ്സിലായില്ലേ? പോലീസുകാരൻ. താവഴിയായി കിട്ടിയ പറമ്പ് ബ്രഹ്മസം വകയാണ്. അറിയോ? അറിയാം. കിടശ്ശേരി ഇല്ലം വഴി കൈമാറി കിട്ടിയ സ്ഥലമാണ്. എന്നാലേ ആ പറമ്പിലൊരു മുതലുണ്ട്. ഒരു 1.5 മുതല്. ജാതകപ്രകാരം അത് കൈ വന്ന് ചേരാനുള്ള യോഗമായി. ജാതകത്തില് ശുഭഗ്രഹ ദൃഷ്ടി കാണുന്നു. എല്ലാം അനുകൂലാണ് കിട്ടുവോ? അതുങ്ങൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തരണം പഠിക്കണേ. അങ്ങനെ ഓടിച്ചെന്ന് എടുക്കാനും പറ്റില്ല. മുൻ തലമുറയിലെ ഏതോ അതിമാന്ത്രികനായ കാരണവര് നാഗബന്ധനം പൂട്ടി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ അങ്ങും കൈയൊഴിയാണോ പണിക്കരെ? ശക്തമായ പൂജാതി കർമ്മങ്ങൾ വേണം. എന്ത് പൂജ വേണയാ നടത്താം? എത്ര പൈസ വേണേ മുടക്കാം? കിട്ടിക്കഴിഞ്ഞ ഒരു പങ്ക് അങ്ങേക്കാ. മറ്റന്നാൾ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അമാവാസിയാണ്. എടുക്കാണ് അന്ന് എടുക്കണം. കട്ടൻ ചായയും പരിപ്പ് വടയും നമ്മുടെ പാട്ടിൻ്റെ ദേശീയ ഭക്ഷണമാണ്. നിക്ക് നിങ്ങൾ ശരിക്കും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ടല്ലോ, സിനിമയിലും സീരിയലും. അപ്പോൾ പിന്നെ കർമ്മം നടത്തി, ആവാഹനം നടത്തി, കുടത്തിലാക്കി ശുദ്ധോടായിപ്പ്. അപ്പോൾ ആത്മാവിനെ പിടിക്കാൻ കഴിയില്ല. എന്താ രാജ, നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹന്തി പാവഹ എന്ന് പറഞ്ഞാല് ആത്മാവിനെ തീ കൊണ്ട് കത്തിക്കാനോ വെള്ളം കൊണ്ട് നനയ്ക്കാനോ വായു കൊണ്ട് ഉണക്കാനോ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഗീതയിലെ കൃഷ്ണവചനാണ്. ഇങ്ങനെയുള്ള ആത്മാക്കളെ കൈകൊണ്ട് പിടിച്ച് കോടത്തിലാക്കാൻ വരുന്ന തോന്നുന്നുണ്ട് രാജ? ഇത് ശരിയാണല്ലോ, മണ്ടന്മാര്. പിന്നെ അല്ല എന്ന് വെച്ചേ ആരും ബോധവൽക്കരിക്കാനൊന്നും പോണ്ട. അതെന്താ? നമ്മൾ പട്ടിണിയാവും. നീ കുടിക്കാലോ. പിന്നെ ഈ കട്ടൻ ചായ നമ്മളിങ്ങനെ പബ്ലിക്കായി കുടിച്ചാലേ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഇതെന്താ വെള്ളം ഒഴിച്ചില്ലോ? ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിനേക്കാൾ ഭേദം നമ്മൾ യുക്തിവാദികൾ തന്നെയാണ്.
നിങ്ങൾ തലയിൽ മുണ്ടിട്ട് വരും, അവന്മാരും മുണ്ടിടാണ്ട് വരും. രാജോ, രാജേട്ടോ, ഉം? അതെ, സത്യത്തില് ഈ രാജയോഗം ഇവിടെ ആർക്കാ? ഇവിടെ രാജയോഗം ആർക്കാണ്? ആരൊക്കെയാണ്? ഏ കുറച്ചും കൂടെ കാത്തുക്ക്, അപ്പ പറഞ്ഞുതരാം. ബാക്കി ഷർട്ടും കൂടി കാണട്ടെ.